ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് വൈറലായിട്ടുള്ള പാലപ്പള്ളിയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കാണ്. ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതാണല്ലോ വൈറലായിട്ടുള്ളത്. ചിമ്മിനി ഡാം, പാലപ്പള്ളിയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഇതൊക്കെയാണല്ലോ. അപ്പം എന്നാൽ നമുക്ക് ഇവിടേക്ക് പോയാലോ? ഞങ്ങളങ്ങനെ വണ്ടിയിലൊക്കെ കയറി പോവാണേ. രേഷ്മയും അമ്മയും വല്യമ്മയും ചേച്ചിയും ഋതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. കുറേ മലകൾ താണ്ടി കാട് താണ്ടി ആ ഒരു വൈറലായിട്ട് റീലില്ലേ, അതിൻ്റെ വോയിസ് വേണമെങ്കിൽ ഇതിന് കൊടുക്കാൻ പറ്റും. അതുപോലെയാണ് പോണ വഴിക്ക് ഈ മുള വികസന കേന്ദ്രമൊക്കെ കാണാൻ പറ്റും. ഇവിടെ പല ടൈപ്പിലുള്ള മുളകളുണ്ട്. നമുക്കിതിനുള്ളിൽ വിസിറ്റ് ചെയ്യാനൊക്കെ കയറാൻ പറ്റുമേ. മാത്രമല്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ടും പോകാൻ പറ്റും. സംഭവം കാണാൻ നല്ല രസമാണ്. ഞാൻ മുന്നിങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ അവിടേക്കൊന്നും കയറിയില്ല. നേരെ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാനാണ് വെച്ച് പിടിച്ചത്. ഞങ്ങളൊരു 1 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. മുന്നേ ഞങ്ങൾ ചിമ്മിനി ഡാം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഗ്രൗണ്ട് ഇതുവരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ അടുത്താണ് റീലിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഇതെല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഇത് അറിയുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അത് തന്നെ കാണാൻ പോവാന്നുള്ള ചർച്ചയ്ക്കൊടുവിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചത്. രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്കുള്ള വെയിൽ മുഴുവൻ കൊള്ളേണ്ടി വരുമല്ലോ എന്നാലോചിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത്. പിന്നെ ഒരു സൺഡേ ആണല്ലോ, എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ ഉച്ചയാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ടൈം തന്നെ തിരഞ്ഞെടുത്തു. 5 മണിയാകുമ്പോഴത്തേനും തിരിച്ചു പോകാമെന്നുള്ള കരാറിന്മേലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം പൊന്നൂന് ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണത്രേ. നാളെ രാവിലെ ഡ്യൂട്ടി ആയതുകൊണ്ട് നാളെ ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവൾ ഇന്ന് തന്നെ പോവാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയി സ്ഥലം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാലപ്പള്ളി ഗ്രൗണ്ട് എന്നുള്ള സ്ഥലമൊക്കെ കിട്ടും. പിള്ളത്തോട് പാലത്തിനടുത്തായിട്ടാണ് ഈ പ്ലേസ് ഉള്ളത്. ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ മലകളൊക്കെ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഒരു കാട്ടിലേക്ക് പോയ പ്രതീതിയാണ്. വഴിയിൽ ഫുള്ള് റബ്ബറും കാടും കുഞ്ഞരുവികളും തോടുകളും ഒക്കെ കാണാൻ പറ്റുമേ. ഒരു റീഫ്രഷ്മെൻറ്റ് ഫീലാണ് നമുക്ക് ഇവിടേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ. കാരണം ഫുള്ളും ഈ പച്ചപ്പും ഹരിതാഭയാണല്ലോ. പിന്നെ അത്ര റഷായിട്ടുള്ള പ്ലേസ് ഒന്നുമല്ല. മാപ്പിൽ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തിപ്പോൾ ആദ്യം ഞങ്ങൾ പ്രദൂനെ ഒന്ന് വിട്ടു. ഇതന്നെയാണോ സ്ഥലം എന്നറിയണ്ടേ. അവൻ പോയി കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾ വണ്ടി റോഡിലിട്ട് പതിയെ ഈ സ്ഥലത്തേക്ക് നടന്നു. ഞങ്ങൾ പോയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ കളിക്കാൻ വരുമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ഞങ്ങളെപ്പോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ടീംസാണ്. എന്തായാലും നല്ല സ്ഥലമൊക്കെ അല്ലേ. ഞാൻ ഋതുവിനെ പിടിച്ച് ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണല്ലോ. ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല, ട്രെൻഡ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്നാലും നല്ല സ്ഥലമാണല്ലോ. ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ഋതു കരച്ചിലായിരുന്നു. ഇപ്പം ആൾ ചിരിച്ചൊക്കെ തന്ന് സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവളെയും ഫോണൊക്കെ പിടിച്ച് ഒരു കറക്കം കറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് തലകറങ്ങി തുടങ്ങി. പതിയെ അവളെ സൈഡാക്കിയിട്ട് ഞാൻ ഔട്ടർ വ്യൂവും കൂടി എടുത്തു. സംഭവം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ റീലിൽ കാണുന്ന അത്ര ഭംഗിയൊന്നുമില്ല. എന്നാലും പ്രകൃതി സ്നേഹികളാണെങ്കിൽ നിരാശരാകേണ്ടി വരില്ല. ചിമ്മിനി ഡാം കാണാൻ വരുന്നവർക്ക് ഇപ്പോഴേ ഈ സ്ഥലം കൂടി ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. കാണാൻ വലിയ മോശമൊന്നുമില്ല. പിന്നെ റീലിലെ അതേപോലെ തന്നെ പ്രതീക്ഷിച്ച് വരരുത്. അത് കാണണമെങ്കിൽ
നമ്മളുടെ ഈ ഫോണൊന്നും പോരാ, വല്ല ഡ്രോണും കൊണ്ടുവരേണ്ടി വരും. ആ വഴി പോകുമ്പോൾ ഈ ഒരു സ്ഥലം കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. കണ്ടിട്ട് ഇഷ്ടമായവർ അവിടേക്കൊന്ന് പോയി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.